രാവിലെ തന്നെ ഒന്നും രണ്ടും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. വയലിൽ കൂടി തന്നെയുള്ള യാത്രയല്ല, നേരെ അമ്മേനെ ഓഫീസിലാക്കിയിട്ട് വരുന്ന വഴിയാണ് പുലർക്കാല കാഴ്ചകൾ എന്ന് പറയാം. വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞ് ശശാങ്കനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. അവനെന്തോ അലർജി പിടിപെട്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അലർജി എന്താണാവോ ആവോ. ഡോക്ടറെയും കണ്ട് ഡോക്ടർ എഴുതിയ ബില്ലും വായിച്ചോണ്ട് ലിസ്റ്റും വായിച്ചോണ്ട് അവ ഇത് വരുന്നുണ്ട്. എന്തോ പിടികിട്ടി കാണുമായിരിക്കും. നേരെ ടൗണിലേക്ക് വന്ന് അവന് രക്തം പരിശോധിക്കണമെന്ന്. അതുണ്ടെങ്കിലല്ലേ പരിശോധിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ച്. പിന്നൊന്നും പറഞ്ഞിട്ടില്ല. നേരെ അതും പരിശോധിച്ചവനെ വീട്ടിലാക്കി. ഞാൻ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്ക് വേറൊരു കമ്പനിക്കാരൻ. അവനാണെങ്കിൽ പുതിയ ഓട്ടോ ഷൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി ഞാനും അതിൻ്റെ അകത്ത് കയറി നോക്കിയിട്ടുണ്ട്. എല്ലാം പുതുപുത്തൻ വണ്ടി, പുതുപുത്തൻ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അവിടുന്ന് വർത്താനം പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകേണ്ട കാര്യം എന്നോട് മറന്നുപോയി. ഞാൻ നേരെ ടൗണിലേക്ക് വെച്ച് പിടിച്ച് വണ്ടീൻ്റെ ഓയിലൊന്ന് ചെക്ക് ചെയ്യാൻ വിചാരിച്ചു. നേരത്തെ പറഞ്ഞ ശശാങ്കന്റെ കാര്യം പോലെയാണ് എൻ്റെ വണ്ടി. ഇടക്കിടക്ക് വർക്ക്ഷോപ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഇതിനും എന്തോ ഒരു എനക്കേടാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയനെ കൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പുയ്ക്കും പൊറാട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. അങ്ങനെ രാത്രി എങ്ങടായി. രാത്രി എന്താ പരിപാടി എന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ ഇറങ്ങല്. ടോർച്ചായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മീനിനെ. ഇത് മൊത്തം കാണുന്ന എന്താന്ന് വെച്ചാൽ താമരേൻ്റെ ഇലകളാണ്. ഇതിന്റെ സൈഡിലെല്ലായിട്ട് നിറയെ മീനുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് നേരത്തെ തപ്പലിന് ശേഷം ശശാങ്കൻ ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ട്. ഒരു അലർജി പിടിച്ച കരിമീനിനെ. എങ്ങനെ കരിമീനെല്ലാം വയലിൽ വന്ന് നിനക്കും തിരിഞ്ഞിക്കില്ല, ഓനിക്കും തിരിഞ്ഞിക്കില്ല. ഓനാന്നെ അവിടെ നിന്ന് എന്തല്ലോ വലിയ വിടുവായിത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നല്ല വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ട് മീൻ എങ്ങനെ ചാടിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരുപാട് നേരം കോരി നമ്മൾ കാണാത്ത വേറൊരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് എടുത്ത് കരക്കേക്ക് ഇട്ടാൽ ബലൂൺ പോലെ ആകുന്ന മീൻ പഫർ ഫിഷ് എന്നെല്ലാം പറയും. അതിൻ്റെ ഒരു കുടുംബത്തിൽ പെടുന്നതാണെന്ന് തോന്നുന്നു. ഇതിനടുത്ത് കരക്കിട്ടപ്പോൾ ഇത് വലുതാകുന്നൊന്നുമില്ല. പിന്നെ കുറച്ചേരം നമ്മൾ നോക്കിയിരുന്നു. മാറ്റമൊന്നും സംഭവിക്കാതെ കൊണ്ട് തന്നെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.